വന്നു റസൂലുള്ളാഹ് ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി ഹബീബുള്ളാഹ് കലിമ ഷഹാദത്തി അമറ ശഫീഉള്ളാഹ് ബദലൻകും തൗഹീദിൻ പുണ്യസിറാജല്ലോ കാലം കടഞ്ഞൊരു മുത്തല്ലോ കാരുണ്യത്തിൻ തിരുസത്തല്ലോ. അപ്പൊ ഈ ഒരു ദഫുകളുണ്ട് ഞങ്ങള് ഫസ്റ്റ് തുടക്കം. അതിന് മുന്നേ ഞാൻ 2 ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നും പാടത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മളത് അതിന്റെ ഷോർട്സ് റീൽസ് കിട്ടീന്. അപ്പൊ അന്നത് ഫുള്ളായിട്ട് ഇടാൻ എന്താ വെച്ചാല് വൈഷ്ണവിന്റെ വീട് ഒന്ന് കാണും വേണം, അതുപോലെ തന്നെ അവന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ പങ്കുവെക്കാതിരുന്നത്. എന്തായാലും ഞാൻ അവന്റെ വീട്ടിലെത്തിയിട്ട് അവന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നാട്ടുകാർക്കൊക്കെ അറിയാം അവന്റെ അച്ഛൻ ആരാ, രാജൻ ആരാ എന്നുള്ളത്, എന്താ വർക്ക് എന്താ എന്നുള്ളതൊക്കെ അറിയാം. എന്തായാലും വീട്ടിൽ വന്നപ്പോ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ താല്പര്യം എന്താണെന്ന് അറിയണല്ലോ. എന്തായാലും നമുക്ക് 2 ആളുണ്ട് ഇവിടെ, പോരാത്തത് വൈഷ്ണവ് ഉണ്ട് ഇവിടെ. എനിക്ക് മടിയാണ് ഇപ്പൊ വിളിച്ചു വരുത്തി ഇരുത്തിക്കാൻ ഇവിടെ. അപ്പൊ എന്താ സംഭവം എന്നുള്ളത് ഇവരോട് ചോദിക്കാൻ മതി. എന്തൊക്കെ വർത്താനം? അല്ല ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് അനിൽകുമാർ എന്നാണ്. അനിൽകുമാറാണ്. എന്നാ സത്യത്തിൽ ഞാൻ ഇപ്പൊ അതറിയണം കേട്ടോ. മോനു വൈഷ്ണവ്, മോന്റെ പേര് ശരിക്കും വൈഷ്ണവ്. വിളിക്കണ എന്തെങ്കിലും പേരുണ്ടോ? എന്താ? നിച്ചു. എത്രയിലും സ്കൂള്? 4ാം ക്ലാസ്. എത്രയില്ല? 4C. നമ്മുടെ പുള്ളിയുടെ സ്കൂളല്ലേ? രാജ, എങ്ങനെയപ്പോൾ ഈ കളിക്ക് ഇപ്പം എന്താ എനിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? ശരിക്കും എന്താ വെച്ചാൽ ദഫ് കളി അറിയുമ്പോൾ ശരിക്കും അതൊരു മദ്രസിലൊക്കെ ഉള്ളൊരു കളിയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യം എനിക്ക് തോന്നി? അതോ ആരെ താല്പര്യമാണത്? താല്പര്യം തന്നെയാണ് മോന്. സ്കൂളില് പിന്നെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജുനൈസ പിന്നെ അവന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ വിളിച്ചിരുന്നു. അല്ല വാർഷികം എന്ന് പറഞ്ഞാൽ നമ്മളെ പുൽവട സ്കൂളില് അപ്പൊ അവിടെ ദഫ് കളിച്ചിരുന്നു. കളിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു എന്താ നല്ല രസമുണ്ട്, കുട്ടി നല്ലോണം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ വന്നിരുന്നു. അങ്ങനെ ഓന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടുന്ന് അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ഇവിടെ നബിദിനം ഉണ്ടാകുമ്പോ അവനെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്കിങ്ങനെ മോന് കളിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നോ? നല്ല ബുദ്ധി ഉണ്ടായിരുന്നോ? നിങ്ങളുടെ തുടക്കത്തിൽ ഇപ്പൊ എങ്ങനെ കളിയും മദ്രസയിൽ എങ്ങനെ പോയി നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക അതെങ്ങനെ സംഭവിച്ചു? ഇങ്ങോട്ട് ജുനൈസിയും പിന്നെ അലീഫിന്റെ അമ്മയും ചോദിച്ചു, അനക്ക് ഇങ്ങനെ ദഫ് കളിപ്പിക്കാന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ പള്ളിയൊക്കെ കളിപ്പിച്ചാന്ന് ചോദിച്ചപ്പോ ഇല്ല കുഴപ്പമൊന്നുമില്ല, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പള്ളി കമ്മിറ്റിക്കാർക്ക് ചോദിച്ചപ്പോ ഓല് പറഞ്ഞു ഇവിടെ ആർക്കും കമ്മിറ്റിക്കാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഓല് മെസ്സേജ് അയച്ചു കുട്ടീനെ കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജന് എന്തിനാ അഭിപ്രായം? അതിലൊരു അഭിപ്രായമല്ല, ഇത് പിന്നെ ഞങ്ങളും കൂട്ടുകാരും തീരുമാനിച്ചു. ജ്യേഷ്ഠനും ഞാനും എല്ലാരും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെ പള്ളിയൊക്കെ കളിപ്പിക്കുക, കളിച്ചോട്ടെ, ഓന്റെ ആഗ്രഹമല്ലേ. പിന്നെ ഓന്റെ കൂട്ടുകാരൻ തന്നെയാണ് ഓനൊക്കെ കളിക്കുന്നതും. ഓൻ കളിച്ചാൽ കൂടുന്നില്ലെങ്കിൽ ഓരും കൂടൂലെന്നാ പറഞ്ഞത്. അപ്പൊ ഓൻ കളിച്ചാൽ കൂടില്ലെങ്കിൽ ഓരോ കൂട്ടുകാരെ കൂടൂലായിരുന്നു. കൂട്ടുകാർക്ക് ഓന് വേണമെന്ന് പറഞ്ഞു. സ്കൂളിൽ കളിച്ചപ്പോ ഓനും വേണമെന്ന് പറഞ്ഞിട്ട് ഓരും അങ്ങനെ വിളിച്ചും. ഈ ദഫ് പഠിപ്പിച്ച മൂല്യം എവിടെയല്ല അറിയോ? അത് ഞങ്ങളെ അയൽവാസി അതിനാനെ അറിയാം. അതിനാന് ഇവിടെ തന്നെയാണല്ലേ? ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത വീട് തന്നെയാണ്, കുറച്ച് പോകണം ഇവിടെ പള്ളിക്കുന്ന് താഴെ എല്ലാ വീട്ടിലാണ്. ഞാനെന്താ വെച്ചാല് ആൾക്കാരിങ്ങനെ വിളിച്ചിട്ട് ഓന്റെ അച്ഛനും അമ്മയും കാണിച്ചോണ്ടാ ഒന്ന് പറയിപ്പിച്ചാ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വന്ന് കണ്ടത് ഇതിന്റെ പത്രത്തിൽ ഉണ്ടായി കണ്ടിന്യൂ അതിന്റെ ചെറിയ കട്ടിങ്. മോൻ എന്താ നമ്മള് കളി ഇനി എങ്ങനെ കളിക്കാൻ എങ്ങനെ താല്പര്യം? ഇനി എവിടേക്കും പോകാൻ പൂതിയുണ്ടോ അതോ എങ്ങനെ? അവിടെ കളിക്കണം. എന്തായാലും നിലനിന്ന് പോട്ടെ. ഇവിടെ നമുക്ക് വേറെ എവിടെയും പോയി കളിക്കാൻ താല്പര്യമുണ്ടോ? കളി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോയി കളിക്കും. ഏത് എൻ്റെ ഒപ്പം കളിക്കണതോ? അല്ല ഒരു വാണല്ലോ. അല്ല ഏത് കളിക്കാൻ? ഇവര് ഇപ്പൊ പറയുന്ന കേട്ടോ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ കേക്കത്തലൊക്കെ എന്തോ ഒരു റാലി കളിക്കാണ്ടല്ലേ? അതിപ്പോ എന്താണ്? ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച കളി. അന്ന് കളിക്കാൻ പോകും. അന്ന് എല്ലാ മദ്രസയും ഉണ്ടാവും. അതായത് നമ്മുടെ കരുവാരന്റെ പഞ്ചായത്ത്, അതായത് കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അപ്പൊ അതിന്റെ കീഴിലുള്ള മദ്രസ ഫുള്ളുണ്ടാവും പറഞ്ഞത്. അവര് പറയുന്ന കേട്ടോ അങ്ങനെ അങ്ങനെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളിപ്പിക്കാന്ന് പറഞ്ഞതിന്. പിന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാര് നല്ല ആൾക്കാരെ കൊണ്ട് ഓനെ കളിപ്പിക്കാനെടുത്തത് നല്ല സന്തോഷം ഉണ്ടല്ലേ? നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും അന്നും. ഇപ്പൊ എത്ര മാസമായിട്ടുണ്ടാവും കളി? 1.5 മാസമൊക്കെ. ഞങ്ങൾ ഓണത്തിന് വിരുന്നും കൂടി പോയിട്ടില്ലല്ലേ? ഒരു ദിവസത്തിന് ഓൻ ലീവ് തന്നു. ഞങ്ങൾ ഓൻ ചോദിച്ചപ്പോ ഞങ്ങൾ അതിനാക്കോ ഞങ്ങള് എന്റെ അമ്മമ്മ വീട്ടിക്ക് പോകുമ്പോ മാമ കൊടുന്നാക്കി തരുന്നു പറഞ്ഞപ്പോ എന്താ ഒരു ദിവസം കണക്ക് ലീവ് തരാറുണ്ട്. ഞങ്ങൾ തിരുവോണത്തിന് പോയി 3 ഓണത്തിന് അവിടെ നിന്ന് പിറ്റേ ദിവസം എന്റെ ആങ്ങള വന്നുകൊണ്ട് കൊടുന്നാക്കി വനം കിട്ട്. രാവിലെ കളി ഉണ്ടായിരുന്നു, പിന്നെ 2 മണിക്ക് കളി ഉണ്ടായിരുന്നു.
അപ്പൊ ഉസ്താദ് വിളിച്ചു വരുന്നില്ല ചോദിച്ചപ്പോ അങ്ങനെ വിളിക്കൂലേ? ആ അല്ല ഓൻ ഓൻ്റെ കളിങ്ങൾ ഞാനത് ശ്രദ്ധിച്ചാൽ ആ കളി ഞാനത് ഫോക്കസ് ചെയ്തെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ ഞാനിപ്പോൾ ദഫിൽ ചെറുപ്പം മുതലേ ദഫ്, പക്ഷേ ആ ദഫ് കളിയിൽ നമ്മൾ എന്ത് ജോലി ചെയ്യണം ഒരു ആസ്വദിച്ചൊരു ചെയ്യലുണ്ട്. ആ ഒരു കളിയാണ് ഓൻ ആസ്വദിച്ചത്. ശ്രദ്ധിച്ചു നിങ്ങൾ ആരെയും കളിക്കണ ആ ചിരിച്ചുങ്ങാണ്ട് കളിക്കുമ്പോൾ അത് ഉസ്താദിനെ പറഞ്ഞു നല്ലോണം ചിരിച്ച് നല്ലോണം ഇതിൽ കളിച്ചോളൂന്ന് പറഞ്ഞു. അപ്പൊ ഓന പൊതുവെ ചിരിച്ചിട്ടേ കളിക്കുള്ളൂ എല്ലാ കളി. അല്ല ഞാൻ ഈ കരിങ്കന്നോണിയിൽ നബിദിന ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ റാലി ഉണ്ട് എന്ന് പറഞ്ഞു. അന്നായിക്കോട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഇങ്ങോട്ട് പറയണില്ല വൈഷ്ണവ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇതിലുണ്ട് എന്ന് ഇങ്ങോട്ട് പറയണില്ല. ഞാനിവിടെ വന്നപ്പോൾ പറയടാ രാജൻ്റെ കുട്ടി ഇത് കളിച്ചിട്ടോ. ഏത് രാജൻ എന്ന് ചോദിച്ചു. പടുവ് രാജൻ്റെ കുട്ടിയാണ്. അല്ല സത്യത്തിൽ പടുവ് കരിങ്കല്ലും പടുവ് മാത്രമാണോ വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമല്ല, പടുവന്നെ കൂടുതൽ. എത്ര കൊല്ലമായി ജോലി തുടങ്ങിയിട്ട്? അതിപ്പോ ഒരു 10-15 കൊല്ലൊക്കെ. വെറും പടുവ് കരിങ്കല്ലിൻ്റെ പടുവ് മാത്രം. ജ്യേഷ്ഠം അവരൊക്കെ ഉണ്ടോ? ജ്യേഷ്ഠുണ്ട്. നിങ്ങൾ ജോലിക്കൊന്നും വർക്കൊന്നും ഇല്ലല്ലേ? മോനോ ഇനി എന്താ? വല്യച്ഛനും വല്യമ്മി. ശരി, ഓലെന്താ പറയണെങ്കി അതന്നെ അതിനനുസരിച്ച് നിൽക്കും. അപ്പൊ ഇനിയും കളിക്കാൻ ചാൻസ് കിട്ടിയാ പോവും. ഇനിയും കളിക്കും. ഓന്റെ അച്ഛന് ഓന് സ്കൂളിൽ വന്നാല് 7 മണിക്ക് ഓനെ കൊണ്ടാക്കും. പിന്നെ 9-9:30 ആകുമ്പോഴാ കൊണ്ടുവരും. പണിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഓനെ അങ്ങോട്ട് തന്നെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 2 പൂക്ക് പോണം നമ്മള്. അത് പോണല്ലേ? താല്പര്യല്ലേ? എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോഴേ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും ഇത് പോലെ പരിചയപ്പെടുത്താറുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ ഇനി കളിക്ക് വിളിച്ചാൽ പോവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോർഡിനേഷൻ കമ്മിറ്റി കാണാം അല്ലേ? ഉണ്ടാവൂലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിച്ചുമോൻ്റെ അച്ഛനാണ് രാജൻ, അമ്മയാണ് വിനീത. എന്തായാലും ഇത് മോനിപ്പോൾ ഇങ്ങനെ താല്പര്യം ഉണ്ടായത് കൊണ്ട് തന്നെ അവരും തന്നെ അവരെ സപ്പോർട്ട് നല്ലോണം വൈഷ്ണവ് മോൻ ഉണ്ടായിട്ടുണ്ട്. നല്ലോണം സപ്പോർട്ട് ഉണ്ട്. കാരണം രാവിലെ ജോലിക്ക് പോകണം, വൈകുന്നേരം വരുമ്പോഴത്തേന് കുട്ടീനെ കൊണ്ടുപോകണം, 9 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാനിതെന്താ വെച്ചാൽ ഇത് പങ്കുവെക്കണം എന്താ വെച്ചാൽ ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ചുറ്റുവട്ടത്ത് ശരിക്കും നമ്മളെ ഒരു കരുവാരകുണ്ട് പ്രദേശത്ത് എൻ്റെ അറിവിൽ ശരിക്ക് ഇങ്ങനൊരു മത സഹോദരന്മാരൊരു കളി ഇങ്ങനൊരു സംഭവത്തിൽ ഒപ്പം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കണം. നിങ്ങൾ കരിങ്കന്തോണിയിൽ നബിദിന റാലി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ടാണ് പറയുന്നത് കുഞ്ഞുട്ടിയെ രാജൻ്റെ കുട്ടിയാണ് കളിക്കുന്നത്. ഏത് രാജൻ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പടുവ് രാജൻ എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ അനിൽകുമാറാണെന്നുള്ളത് സത്യത്തിന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് രാജൻ്റെ പേര് അനിൽകുമാറാണ് എന്ന് അറിയണത്. എന്തായാലും മോനെ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ. കളിക്കാലെ സപ്പോർട്ട് പ്രത്യേകിച്ച് പറഞ്ഞ പള്ളി കമ്മിറ്റി, നമ്മളെ ഒരു മദ്രസ കമ്മിറ്റി, നബിദിന കമ്മിറ്റി ഇതിനൊരു സപ്പോർട്ട് ചെയ്തു. അതിനപ്പുറത്ത് രാജൻ്റെ അച്ഛൻ, അമ്മ ഓലൊക്കെ അല്ലേ, വലിയച്ഛൻ, വല്യമ്മയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇനിയും കൊടുവൈ മോനിതാണ്. ഏതായാലും ഉയരങ്ങളിൽ എത്തട്ടെ. കളികളിൽ ഇനി അത് നമ്മുടെ നബിദിന റാലി നടക്കുന്നുണ്ട്, പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന അന്ന് എന്തായാലും അതിലുണ്ടാവും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. ഓക്കെ. നിച്ചോ അത് എൻ്റെ ഏട്ടനെവിടെ? ആര്? ആഹാ, എന്താണ് മുണ്ടല്ലേ? എന്താ പേര്? അനക്കെന്താ ക്യാമറ പാട്ടിയുണ്ടോ? വൈശാഖ് എത്ര സ്കൂള്? 9 നമ്മളെ സ്കൂൾ തന്നെ, കരുവൻ്റെ സ്കൂളിൽ. എന്താ അനിയൻ്റെ കളിനെ പറ്റി എന്താ പറയല്ലേ? പറയാൻ പറ്റി നല്ല കളിയാണ്. ഓന് പുതിയോട്ട സ്കൂളിൽ ഇങ്ങനെ ദഫ് കളിച്ച് എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞാണ്ട ഈ മദ്രസയില് ഇങ്ങനെ ദഫിനൂടി ഓനെ കളി നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ നല്ല കളിയായിരുന്നു. നല്ല ആസ്വദിച്ച് കളിക്കണ്ട കേട്ടോ. അപ്പൊ ഇനി അവനെ കൊണ്ടുപോകും, എവിടേക്കും വിടും. വല്യച്ഛൻ എന്ന് അറിയുമ്പോൾ നമുക്ക് ആളാരാന്ന് അറിയണ്ടേ? ഇതാകണേ ശരിക്കും വല്യച്ഛൻ്റെ പേരെന്താ? സുനിൽകുമാർ. പേര് നിഷ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൂടുതലുണ്ട് എന്നാണോ പറയുന്നത്? എങ്ങനെയാ നിങ്ങൾക്കും എങ്ങനെ താല്പര്യം? എങ്ങനെയാണ്? നല്ല പിന്നെ കളിയുമായി ബന്ധപ്പെട്ടേ പിന്നെ കളിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. അപ്പോൾ സ്കൂളിൽ വന്നപ്പോൾ പിന്നെ നല്ലൊരു കളിയാണ്. അപ്പോൾ ഇവിടുത്തെ രക്ഷിതാക്കളെ പ്രത്യേകിച്ച് പറയുന്ന ജുനൈസാനെ പോലത്തെ ആളുകളൊക്കെ നല്ല സപ്പോർട്ടും അവനെ കളിപ്പിക്കാൻ അതേപോലെ അലീഫിന്റെ അമ്മ ഒക്കെ നല്ല സപ്പോർട്ട്. സത്യത്തില് നിങ്ങളിപ്പോ ഇങ്ങനെ ഉഷാറായി കളിക്കുന്നു കരുതിയിരുന്നോ? കളി അതായത് പിന്നെ നമ്മളെ കുട്ടി നല്ല ഡീസെന്റ് ആയിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ്. ഏത് കളിയെ കൊടുത്തു കഴിഞ്ഞാലും അതിൽ നല്ല ആത്മാർത്ഥത കാണിക്കണ ഒരു കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾക്കറിയായിരുന്നു കളിച്ചു കഴിഞ്ഞാല് നല്ലൊരു പിന്നെ ഇതിനൊരു ശബ്ദം ഉണ്ടാവും എന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ എന്തായാലേ വല്യച്ഛനും വല്യമ്മയും സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളെ കുട്ടികളായാലും ആരായാലും
ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യ അനിയനും അനിയൻ്റെ ഭാര്യയൊക്കെ പാടെ കൂടി സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നും കൂടി താല്പര്യകാരം കുട്ടിക്കും കുട്ടീൻ്റെ അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ എന്തായാലും വല്യച്ഛൻ എന്ന് പറയുന്നത് സുനിലാണ്, ഞങ്ങൾ സഹപ്രവർത്തകരാണ്. രാജൻ്റെ പേരെന്താ ശരിക്കും അനിൽകുമാർ എന്നുള്ളത് എനിക്കറിയില്ല, അതൊരു ആളുകൾക്ക് അറിയില്ലായിരിക്കാം. എന്തായാലും വീഡിയോയിൽ അറിയിക്കും, കമൻറ്റ് വരുമെന്ന് ഞാൻ കരുതുന്നു.